കമ്പൈൻഡ് ആവറേജിൽ നിന്ന് ഇത്രയും മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും കാണുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സീജിലാണ് ആ ഒരു ചേഞ്ച് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ എല്ലാ വർഷവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പിക്ക് ചെയ്തേക്കുന്നത്. ഇനി അതിനെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം പറഞ്ഞേക്കുന്നത് ദ ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ആൻ എക്സാം ആർ 75 and 80. ബോയ്സിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 75ഉം ഗേൾസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 80 ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് ദി ആവറേജ് മാർക്ക് ഓഫ് ഓൾ ദി സ്റ്റുഡൻസ് ഇൻ ദാറ്റ് എക്സാമിനേഷൻ ആർ 78 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ SSCയുടെ സീജിൽ എക്സാംസും അതുപോലെ തന്നെ SSCയുടെ CHSL MTS എക്സാം ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ റീഷെഡ്യൂൾ ആയെങ്കിലും ഈ എക്സാംസ് ഒക്കെ ഉറപ്പായിട്ട് നടക്കും എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റ്ലി നടന്ന നമ്മുടെ SSCയുടെ തന്നെ സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ചില ടോപ്പിക്സ് യൂഷ്വലി നമ്മുടെ Tier 2 ലെവലിൽ ചോദിക്കുന്ന ചില ടോപ്പിക്സ് ഒക്കെ നമുക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. Tier 1 ലെവലിലേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട്. അതേപോലെ ചെറിയ ചില ചേഞ്ചസ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. പക്ഷേ എന്നാൽ ബാക്കിയുള്ള ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. വലിയൊരു വേരിയേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. കുറച്ച് ഒരു 3 തൊട്ട് 4 ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വേരിയേഷൻസ് കണ്ടു എന്നുള്ളതാണ് ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതും നമ്മളത് ഗ്രാജുവേറ്റ് ലെവലിലാണ് കണ്ടത്. നമ്മുടെ ഒരു +2 ലെവലിലോ 10th ലെവലിലോ വേറെ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇൻഫാക്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന നമ്മുടെ ഇപ്പോൾ റീഷെഡ്യൂൾ ആയ SSCയുടെ സീജലിൻ്റെ എക്സാം ആണെങ്കിലും അതേപോലെ CHSL MTS എക്സാം ആണെങ്കിൽ പോലും നമുക്ക് അതിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിൻ്റെ ഒരു ഏരിയ, ഓക്കെ, നമ്മുടെ മാത്സിൻ്റെ ആ ഒരു ഏരിയ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിൻ്റെ ആ ഒരു ഏരിയ എങ്ങനെ ഫോക്കസ് ചെയ്യാം, സീജിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ റീസെൻ്റ്ലി കണ്ട ചേഞ്ചസ് അനുസരിച്ച്, അതുകൂടാതെ CHSL MTS എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഓക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള ബാക്കിയുള്ള ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം സിമ്പിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ നമ്മൾ വന്ന ചേഞ്ചസ് അനുസരിച്ച് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെയാണ് അഡാപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊരു പുതിയ പാറ്റേൺസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അത് കംപ്ലീറ്റ്ലി മാറി അല്ലെങ്കിൽ വെൻഡർ മാറിയോണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊന്നും ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻസ് വെൻഡർ അല്ല എടുക്കുന്നത്, ക്വസ്റ്റ്യൻസ് SSC തന്നെയാണ് തീരുമാനിക്കുന്നത്. SSCയുടെ എക്സ്പേർട്ട് പാനലാണ് ക്വസ്റ്റ്യൻസ് എടുക്കുന്നതും ക്വസ്റ്റ്യൻസിനെ സ്ക്രൂട്ടിനി ചെയ്യുന്നതും ക്വസ്റ്റ്യൻസിനെ റിവ്യൂ ചെയ്യുന്നതും എന്നിട്ടാണ് അത് വെൻഡറിലേക്ക് പോകുന്നത്. വെൻഡറിന്റെ ജോലി എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്, ക്വസ്റ്റ്യൻ എടുക്കുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ വെൻഡർ മാറിയോണ്ട് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസിൽ വ്യത്യാസം വന്നു എന്ന് പറയുന്നത് ആക്ച്വലി കംപ്ലീറ്റ്ലി ശരിയല്ല, തെറ്റാണ്. വെൻഡറിന്റെ ജോലി കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിനെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക അവരുടെ സെർവേഴ്സിലേക്ക്, ആ എക്സാംസ് കറക്റ്റായിട്ട് നടത്തുക എന്നുള്ളതൊക്കെയാണ് വെൻഡറിന്റെ ജോലി. സോ നമ്മളുടെ ഭാഗം, നമ്മളുടെ പാർട്ട്, ആ പാർട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ചേഞ്ചസ് അത് SSC കൊണ്ടുവന്നതാണ്, വെൻഡർ കൊണ്ടുവന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു SSC കൊണ്ടുവന്ന ചേഞ്ചസ് എല്ലാ വർഷവും നമ്മൾ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കുറേ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞ വർഷം TCS നടത്തിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഈ പുതിയ വെൻഡർ വരുന്ന സമയത്ത് അവിടെ വെൻഡർ കാരണം ഒരു ക്വസ്റ്റ്യൻ ചേഞ്ച് അല്ല, ആ SSC ആണ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം പുതിയ ചില പാറ്റേൺസ് വന്ന TCS ഇപ്പോൾ ആദ്യമായിട്ട് നടത്തിക്കൊണ്ട് വന്ന ചേഞ്ചസ് അല്ല, അതും SSC കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ വന്നിട്ടുള്ള ചേഞ്ചസ് അത് SSC കൊണ്ടുവരുന്നതാണ്. ആ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കുക, അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വെൻഡറിന്റെ സൈഡിൽ ആ എക്സാംസ് നടത്തുക എന്നുള്ളതാണ്, അത് നമ്മുടെ കൺട്രോളല്ല. അത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമ്മളവിടെ നമ്മുടെ ആ ഒരു എക്സാം നടക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് SSC ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ സെലക്ഷൻ പോസ്റ്റിൽ ആ ഒരു ഇഷ്യൂസ് വന്നവരുടെ അല്ലെങ്കിൽ ഇഷ്യൂ ഫേസ് ചെയ്തവർക്ക് ഉറപ്പായിട്ടും റീ എക്സാമും കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു സെൻറ്ററിൽ വെച്ച് റിപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ സൈറ്റ് വഴി ആ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യുന്നവർക്കൊക്കെയാണ് ആ എക്സാംസ് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നടത്തുന്നത്. സോ ആ ഒരു വെൻഡറിൻ്റെ സൈഡ് അത് ആ ഒരു നമ്മുടെ കൺട്രോളല്ല, നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യം ആ ഒരു ക്വസ്റ്റ്യൻസിൽ വന്ന ചേഞ്ചസ് അത് SSC കൊണ്ടുവരുന്നതാണ്. ആ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കണം, അത് അഡാപ്റ്റ് ചെയ്യണം. അല്ലാതെ അത് മാറി ഇനി എങ്ങനെ എന്നൊരു ആംഗിളിൽ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വർഷവും ചേഞ്ചസ് വരാറുണ്ട്, ഈ വർഷം കുറച്ചുകൂടി ബെറ്റർ ചേഞ്ചസ് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കുക, അത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മാത്സിൽ ശ്രദ്ധിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരുന്ന എക്സാംസിന് വേണ്ടി എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ ഇനി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കത് നോക്കാനും ശ്രദ്ധിക്കാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ SSCയുടെ മാത്സിലേക്ക് വന്നു. നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ SSC എക്സാംസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ SSCയുടെ സീജിൽ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ 4 ഏരിയാസ് ആണ് വരുന്നത്. പക്ഷേ സീജിൽ മാത്രമല്ല CHSL ആയാലും MTS ആയാലും നമുക്ക് ഇതേ 4 ഏരിയാസ് തന്നെയാണ് ഉള്ളത്. ക്വസ്റ്റിൻ്റെ കൗണ്ടിൽ MTS വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ഉള്ള ഏരിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, അതുപോലെ തന്നെ നമ്മുടെ റീസണിങ്, ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും, ഈ ഒരു 4 ഏരിയയാണ് നമുക്കുള്ളത്. CGL ആയാലും CSL ആയാലും നമുക്കിവിടെ 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ചോദിക്കുന്നത് ഓരോ സെഷനിൽ നിന്ന്. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്യുന്ന 2 മാർക്ക് വെച്ചാണ്. സോ ഓരോ സെഷൻ 50 മാർക്ക് വെച്ച് മൊത്തം 4 സെഷനിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ ഇൻറ്റു 2 50 മാർക്ക്, 50 ഇൻറ്റു 4 സെഷനിലേക്ക് മൊത്തം 200 മാർക്ക്, 100 ക്വസ്റ്റ്യൻ 200 മാർക്ക്. ആൻഡ് 2 മണിക്കൂർ, 1 മണിക്കൂറാണ് നമുക്ക് എക്സാംസ് വരുന്നത്. നമ്മുടെ SSL CGLോ CSLോ ആണെങ്കിൽ. ഇതേ സ്ഥലത്ത് CPO ആണെങ്കിൽ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻസ് ഇരട്ടി കാണും ആൻഡ് സമയം ഇരട്ടി ഉണ്ടായിരിക്കും. 2 മണിക്കൂർ സമയമായിരിക്കും നമ്മുടെ CPO എക്സാംസ് വരുമ്പോൾ അവിടെ വരുന്നത്. അവിടെയും വേറെ CPO എന്ന് പറയാൻ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ CPയും നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൽ നടക്കുന്ന ഒരു എക്സാമാണ്. സോ ഇതേ ചേഞ്ചസ് നമുക്ക് ഈ പറഞ്ഞ ഫ്യൂച്ചറിൽ CPയിലും കാണാൻ പറ്റും എന്നുള്ളത് കൂടി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ചിലപ്പോൾ ഇപ്പോൾ ചോദിച്ചതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻസ് ഇരട്ടിയാണ് അവിടെ. നമുക്ക് ഇവിടെ 25 ക്വസ്റ്റ്യനാണ് CSL ചോദിക്കുന്നതെങ്കിൽ CGL ഒരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. അവിടെ 25 ക്വസ്റ്റ്യനാണ് വരുന്നത്. CP ഒരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. പക്ഷെ അവിടെ 50 ക്വസ്റ്റ്യനാണ് വരുന്നത്. എല്ലാ ഏരിയയിൽ നിന്നും 50 ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് മൊത്തം 200 ക്വസ്റ്റ്യൻ 200 മാർക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ചേഞ്ചസ് അവിടെ വരാനും സാധ്യതയുണ്ട്. വരുവാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും അവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏരിയയിൽ നമുക്ക് ഇപ്പം വന്നിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാക്കിക്കൊണ്ട് അതൊന്ന് അഡാപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ നടന്ന CGLന്റെ എക്സാംസിന്റെ നമുക്ക് ഒരു ചേഞ്ചസും വരാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. കുറച്ചല്ല, മേജർ ഏരിയയും ഒരു ചേഞ്ചസും വരാത്തതാണ്. ആ ഒരു ഏരിയയെ കുറിച്ച് ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ചേഞ്ച് വന്ന ഏരിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആ ഒരു ഏരിയയും കൂടി നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ക്വസ്റ്റൻസിനെ എത്ര പെട്ടെന്ന് എക്സാമിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് CGLന്റെ ക്വസ്റ്റൻസ് വെച്ച് തന്നെ അവിടെ ചോദിച്ചിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് വെച്ചാണ് നമുക്ക് മനസ്സിലാക്കി ചെയ്യാം. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നത്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് ക്വസ്റ്റൻസിനെ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിന്റെ ഏരിയ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാരും ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മിക്കവാറും പേർക്കും സ്കൂൾ തൊട്ടേ നമുക്ക് കുറച്ചധികം ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മാത്സിന്റെ ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്കറിയാം നമുക്ക് സ്കൂൾ പോലെ ഒരു വലിയ സ്റ്റെപ്സിന്റെ ആവശ്യമില്ല. ഒരുപാട് സ്റ്റെപ്സ് എഴുതാനും നിൽക്കില്ല. നമ്മൾ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കുക, ആൻസേഴ്സിനെ ഓപ്ഷനിൽ നിന്ന് എടുക്കുക, ആൻസേഴ്സിനെ വളരെ പെട്ടെന്ന് എടുക്കാനുള്ള ഷോർട്ട് കട്ട്സോ അപ്രോച്ചുകളോ ലോജിക്കൽ മെത്തേഡ്സോ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. ഇപ്പം നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഒരുപാട് ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. സോ അതിനെല്ലാം നമ്മൾ ഫോർമുലസ് പഠിച്ചു വെച്ച് നമുക്ക് ആ ക്വസ്റ്റൻസിനെ പണ്ട് സ്കൂളിൽ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്ത് പോവുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റൻസിനെ മനസ്സിലാക്കുക, അതിന്റെ ഏറ്റവും എളുപ്പമുള്ള വഴികൾ മനസ്സിലാക്കുക, അപ്രോച്ചുകൾ മനസ്സിലാക്കുക. എന്നിട്ട് അത് വെച്ചുകൊണ്ട് തന്നെ ഇനിഷ്യൽ തൊട്ടേ അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് പേര് ആദ്യമേ ഫോർമുല ഇക്വേഷൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് പിന്നെ അതിനെ മാറ്റാൻ നോക്കും. അങ്ങനല്ല, ആദ്യം പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ ഷോർട്ട് കട്ട്സ് വെച്ചുകൊണ്ടാണ് പഠിച്ചു തുടങ്ങേണ്ടത്. അതിന്റെ കറക്റ്റ് മെത്തേഡ് പറഞ്ഞിരിക്കുക, അറ്റ് ദ സെയിം ടൈം അതിന്റെ വളരെ ലോജിക്കൽ ആയിട്ടുള്ള വളരെ ഈസി അപ്രോച്ചസ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതാണ്. ഇനി നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ SSL CGLന്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ആ CGLന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ആ ഒരു സിലബസ് ആണ് നിങ്ങൾ ആ പാരഗ്രാഫ് പോലെ കാണുന്നത്. നമുക്ക് ഇങ്ങനെയാണ് ആ സിലബസ് കൊടുക്കുന്നത്. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ് കുറച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫണ്ടമെന്റൽ അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് അതിന്റെ അകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. പെർസെന്റേജ്, റേഷ്യോ, നമ്മുടെ ആവറേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പാർട്ണർഷിപ്പ്, മിസ്റ്റർ അലിഗേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്. പക്ഷേ ചില ചാപ്റ്റേഴ്സ് അവിടെ എഴുതിയിട്ടോ ഇല്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ ടൈം ആൻഡ് വർക്കിന്റെ കൂടെ തന്നെ പൈപ്സ് ആൻഡ് സിസ്റ്റം വരുന്നുണ്ട്, അതവിടെ കൊടുത്തിട്ടില്ല. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നെങ്കിലും ട്രെയിനോ ബോട്ട്സോ അവിടെ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ചില ഏരിയാസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരത് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ ആ ഒരു മേജർ ഏരിയ എന്താന്നുള്ളത് അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ അത് പറയുന്നില്ല. അതുപോലെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ചാർട്ട്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി പോളിഗൺസ് ആൻഡ് ഹിസ്റ്റോഗ്രാംസ് ഒക്കെ നമുക്ക് അവിടെ വരും. ബാർ ചാർട്ട്, പൈ ചാർട്ട്, അങ്ങനെയുള്ള ഗ്രാഫും ടേബിൾസ് ഒക്കെ വെച്ചുള്ള ക്വസ്റ്റൻസ് നമുക്കുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഒരു വലിയൊരു ഏരിയ ഉണ്ട്, അഡ്വാൻസ് മാത്സ്, ഓൾജബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ. ഈ ഒരു ഏരിയ ഏറ്റവും വലിയ കുറച്ച് ഏരിയാസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഏരിയ. പക്ഷേ ഈ ഒരു ഏരിയ നമുക്ക് കുറച്ച് നല്ലപോലെ മനസ്സിലാക്കാൻ അതിന്റെ കുറച്ച് പ്രോപ്പർ ലിസ്റ്റ് വെച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ മാത്സിലേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ പ്രോപ്പർ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, സെർച്ച് സയൻസസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വലിയ പാരഗ്രാഫിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഇല്ലാത്ത ചാപ്റ്റേഴ്സ് കൂടി കറക്റ്റായിട്ട് പ്രോപ്പർലി ഇൻക്ലൂഡ് ചെയ്ത് അതിന്റെ കറക്റ്റ് ചാപ്റ്ററിന്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിന്റെ ലിസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് അവിടെ വരുന്നത്. ഇതാണ് നമുക്ക് അവിടെ ഹാൻഡിൽ ചെയ്യാനുള്ള ചാപ്റ്റേഴ്സ്, പഠിക്കാനുള്ള ടോപ്പിക്സ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഫ്യൂച്ചർ ഇപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. നമുക്കാണ് ഒരു ഏകദേശം ഒരു 24 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടി വരുന്നത്. ഇനി ഈ ചാപ്റ്റേഴ്സിനെ എങ്ങനെയാണ് വരാതിരിക്കുന്ന എക്സാമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഒരു ട്രെൻഡ് വെച്ചുകൊണ്ട്
ഓരോ ഏരിയയിൽ നിന്നും ഏകദേശം എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചാർട്ട് മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നടന്നിട്ടുള്ള എക്സാംസ് വെച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ എഴുതിയേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്പർ സിസ്റ്റം HCF LCM, അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ആ 2 ചാപ്റ്ററോട് ചേർത്ത് വരുന്നത്. അതിലും കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് നമ്പർ സിസ്റ്റം നിന്നായിരിക്കും വരുന്നത്. സിംപ്ലിഫിക്കേഷൻ നിന്ന് നമുക്ക് 1 ക്വസ്റ്റ്യൻ ആയിരിക്കും CGL എക്സാമിന് കിട്ടുന്നത്. പെർസെൻറ്റേജ് ആണെങ്കിൽ 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ വരെ പോകാൻ സാധ്യതയുണ്ട്. റേഷ്യോ പ്രപ്പോർഷനും ഏജസും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പും ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ വരും. അതിൽ കൂടുതലും നമുക്ക് ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ എല്ലാം കൂടി ചേർത്ത് വരത്തുള്ളൂ. പിന്നെ ആവറേജിന് 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടി ചേർത്ത് 1 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അവിടെ നമുക്ക് 2 തൊട്ട് 3 ക്വസ്റ്റ്യൻസ് കാണും. ടൈം ആൻഡ് വർക്കും പൈസ സിസ്റ്റം കൂടി ചേർത്ത് നമുക്ക് 1 ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ 2 വരെ പോകാൻ സാധ്യതയുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിന്, ബോട്ട് 3 കൂടി ചേർത്ത് നമുക്ക് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിലും ട്രെയിനിന്റെയും ബോട്ടിന്റെയും ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുന്നുണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ എണ്ണം കുറയുന്നുണ്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഓരോ വർഷം ആ ഒരു ഷിഫ്റ്റ് വരും. ഓൾജിബ്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ 2 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നമ്മുടെ ജോമെട്രി, കോർഡിനേറ്റ് ജോമെട്രിയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ റീസെന്റ് കേട്ടിയ ഒരു കാര്യമാണ് കോർഡിനേറ്റ് ജോമെട്രി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോർഡിനേറ്റ് ജോമെട്രി ആദ്യമായിട്ടൊന്നുമല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ജോമെട്രിയുടെ ഭാഗമാണ് കോർഡിനേറ്റ് ജോമെട്രി. നമുക്ക് കോർഡിനേറ്റ് ജോമെട്രി മുമ്പുള്ള എക്സാംസിലും ഇന്ന് മുമ്പുള്ള വർഷങ്ങളിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും, ചിലപ്പം വരത്തില്ല. വന്നാൽ 1 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് കണ്ട ഒരു പാറ്റേണും അതായിരുന്നു. നമുക്കിപ്പം റീസെന്റ് നടന്ന സമയത്ത് മിക്കവാറും എല്ലാ ഷിഫ്റ്റിലും കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഒരു കോർഡിനേറ്റ് ജോമെട്രി ആദ്യമായിട്ട് ചോദിക്കുന്ന രീതിയിലാണ് പറയുന്നതെങ്കിൽ പോലും അറിഞ്ഞിരിക്കുക കോർഡിനേറ്റ് ജോമെട്രി എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. പക്ഷേ അത്രയും ഫ്രീക്വന്റ് അല്ലായിരുന്നു. ഇപ്പം എല്ലാ ഷിഫ്റ്റിലും 1 ക്വസ്റ്റ്യൻ വെച്ച് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. കുറച്ചുകൂടി എന്താ പറയുക, എല്ലാ ഷിഫ്റ്റിലും ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ട്. നേരത്തെ എല്ലാ ഷിഫ്റ്റിലും ഫ്രീക്വന്റ് ആയിട്ട് വരുന്നില്ലായിരുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലാതെ ആദ്യമായിട്ട് ചോദിക്കുകയോ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജോമെട്രി ടു കോർഡിനേറ്റ് ജോമെട്രി നമുക്ക് 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ യൂഷ്വലി ചോദിക്കുന്നതാണ്. നമുക്ക് ഈ വട്ടം കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി കറക്റ്റായിട്ട് എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചു. അതാണ് വന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം മെൻസുറേഷൻ, അത് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കുന്നത്. അത് അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ഏരിയ, ട്രിഗ്നോമെട്രിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഈ പറഞ്ഞ 2 തൊട്ട് 4 ക്വസ്റ്റ്യൻ വരെയൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രിഗ്നോമെട്രി കൂടി നമുക്ക് ഇവിടെ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഓൾജിബ്ര അതുപോലെ തന്നെ ട്രിഗ്നോമെട്രി, ട്രിഗ്നോമെട്രി കൂടി നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ട്രിഗ്നോമെട്രിയിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു എന്താ പറയുക 2 തൊട്ട് ചിലപ്പം ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ആവുകയാണെങ്കിൽ 4 ക്വസ്റ്റ്യൻ വരെ പോകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ട്രിഗ്നോമെട്രിയുടെ പല ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി ചോദിക്കുന്ന ഒരു 40% കൂടുതൽ ക്വസ്റ്റ്യൻസും ഓൾജിബ്ര ബേസ് ചെയ്താണ് ചോദിക്കുന്നത്. അപ്പോൾ ട്രിഗ്നോമെട്രിയിൽ നിന്ന് ഓൾജിബ്ര ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നാൽ ഓൾജിബ്രയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് കുറവായിരിക്കും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. കറക്റ്റ് ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, നമുക്ക് ഈ ഡാറ്റ ഇന്റർപ്രിറ്റേഷനിൽ നിന്ന് നമുക്ക് സാധാരണ 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ CHSL പല ഷിഫ്റ്റിലും 4 ക്വസ്റ്റ്യൻ വരെ ഉണ്ടായിരുന്നു. ഇപ്പം നടന്ന സമയത്തും പല ഷിഫ്റ്റിലും 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് സെലക്ഷൻ പോസ്റ്റിൽ 2025. പക്ഷേ നമ്മൾ കഴിഞ്ഞ വട്ടത്തെ CHSന്റെ ആ ഒരു പാറ്റേൺ കൂടി വെച്ച് പറയുകയാണെങ്കിൽ ഈ വർഷവും എക്സാം നടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ 2 തൊട്ട് 4 ക്വസ്റ്റ്യൻ വരെ പോകാൻ സാധ്യതയുണ്ട്. CHSL എക്സാമിന്, CGLനും അത് പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ വട്ടം കണ്ട പുതിയ കാര്യങ്ങൾ എന്താ? ഈ വട്ടം കണ്ട പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവരും അതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനല്ല, എല്ലാ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പഴയ ചോദിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വട്ടം 2 ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏതൊക്കെ 2 ചാപ്റ്റർ? ഒന്ന് നമ്മുടെ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സും, 2 പ്രോബബിലിറ്റിയും. ഈ 2 ചാപ്റ്ററിൽ നിന്ന് ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അല്ല, ഈ 2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ CGL Tier 2 എന്ന് ചോദിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മുടെ റെയിൽവേ എക്സാംസിനും ചോദിക്കുന്നതാണ് Tier 1 ലെവലിൽ തന്നെ. പക്ഷേ ഇത് ആദ്യമായിട്ട് നമ്മുടെ CGL Tier 1 ലെവലിലേക്ക് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ റെയിൽവേ എക്സാംസിലെ Tier 1 പണ്ട് തൊട്ടേ ചോദിക്കുന്നതാണ് ഇത്. നമ്മുടെ CGL Tier 2 ഇത് ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ Tier 1 ലെവലിലേക്ക് നമുക്ക് ചോദിച്ചപ്പോൾ 1 തൊട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇതുകൂടാതെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് കുറേ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് മീൻ, മീഡിയൻ, മോഡിന്റെ കൺസെപ്റ്റ് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അല്ല സ്റ്റാൻഡേർഡ് വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെയൊക്കെ കോഎഫിഷ്യന്റ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചേഞ്ചസ് ആണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പുതിയ കാര്യങ്ങൾ എല്ലാ വർഷവും വരുന്നതാണ്. ബിക്കോസ് ആ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്ന വെണ്ടർ അല്ല, ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നത് SSC ആണ്. SSCയുടെ എക്സ്പെർട്ട് പാനലാണ് ഇത് കൊണ്ടുവരുന്നത്. SSC ആണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഈ വർഷം ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വേണം, പുതുതായിട്ട് ഈ ഒരു ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കുറയ്ക്കണം എന്നല്ല SSC ആണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ഈ ഒരു ചേഞ്ചസ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ചേഞ്ചസ് ഇനിയുള്ള എക്സാംസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വന്ന ചേഞ്ചസിനെ എന്ത് ചെയ്യുക? അഡാപ്റ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം CGL എക്സാമിൽ റേഷ്യോ പ്രപ്പോസൽ കോയിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു പുതിയ വെറൈറ്റി
ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്. പക്ഷേ പുതിയൊരു വെണ്ടർ അല്ല എക്സാം നടത്തിയത്, എപ്പോഴും നടത്തുന്ന വെണ്ടർ തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷം എക്സാം നടത്തിയത്. അപ്പോൾ ആ ഒരു പുതിയ ചേഞ്ച് കൊണ്ടുവന്നത് TCS ഇരുന്ന ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടല്ല കൊണ്ടുവന്നത് നമ്മൾ മനസ്സിലാക്കണം. പലരും അത് പറയുന്ന സമയത്ത് പല എന്താ പറയുക യൂട്യൂബ് ചാനൽസുകളിൽ പലതും കേട്ട് ആൾക്കാർ കൺഫ്യൂസ് ആവുന്നുണ്ട്. വെണ്ടർ ആണ് എക്സാം നടത്തുന്നത്, വെണ്ടർ മാറിയോണ്ട് പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു. ഒരിക്കലും അല്ല. ഓക്കെ, SSC ആണ് നടത്തുന്നത്. SSC കഴിഞ്ഞ വർഷം കുറെ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് GK-ന്റെ ക്വസ്റ്റ്യൻസ് എന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത്. GK-ലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ടൊന്നുമല്ല ചോദിക്കുന്നത്, ഇതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ CHSL എക്സാം CGL-ലും അല്ല, ഗ്രാജുവേറ്റ് ലെവലിലും അല്ല, CHSL +2 വെച്ചുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് സെലക്ഷൻ ബോക്സിൽ ചോദിച്ച സമയത്ത് ഗ്രാജുവേറ്റ് ലെവലിലാണ് ചോദിച്ചത്, +2 പോലും അല്ല. നേരത്തെ ഇത് ഓൾറെഡി +2 ലെവലിൽ ചോദിച്ചിട്ടുണ്ട് CHSL എക്സാമിൽ. അതുപോലെ കഴിഞ്ഞ വർഷത്തെ CGL എക്സാമിൽ നമുക്ക് മാത്സിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ഇനി ആ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് ചോദിച്ചു എന്ന് പലരും പറയും. പക്ഷെ ആദ്യമായിട്ടല്ല, കഴിഞ്ഞ വർഷം തന്നെ അതുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്സിന്റെ അകത്ത്. അപ്പോൾ മാത്സിൽ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് 3 സ്റ്റേറ്റ്മെന്റ് ഇതിലെ ഏതാ ശരി, ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം. ഇൻഫാക്ട് ബെറ്റർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. സോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. നമ്മുടെ ജോലി ഈ വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കി അത് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വട്ടം മാത്സിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, സിമ്പിൾ ആണ്. നമുക്ക് നേരത്തെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ അതേപോലെ തന്നെ ചെയ്യുക, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതുകൂടാതെ 2 ചാപ്റ്റർ കൂടി ഇൻക്ലൂഡ് ചെയ്യുക, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഒന്ന് പ്രോബബിലിറ്റിയും. ഈ 2 ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ഫോർമുലാസ് ഉണ്ട്, ആ ഫോർമുലാസ് ഒക്കെ ഒന്ന് പഠിക്കുക, ആ ഒരു ഏരിയ കൂടി ഒന്ന് ഇംപ്രൂവ് ചെയ്യുക. ഇത് മാത്രമാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട, നമ്മൾ കൊണ്ടുവരേണ്ട ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെണ്ടർ മാറിയ സ്ട്രെസ്സോ അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങളെ കേട്ട് കൺഫ്യൂസ് ആയി സ്ട്രെസ് ആവാതെ നമ്മൾ ഈ കാര്യങ്ങളെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് എവിടെന്നെങ്കിലുമൊക്കെ കേട്ട് നമ്മൾ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. ആരാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ എടുക്കുന്നത്, ആരാ എക്സാം നടത്തുന്നതൊക്കെ ഡിഫറെന്റ് കാര്യങ്ങളാണ്. ഒരിക്കലും പുതിയൊരു വെണ്ടർ വന്ന കാരണം പുതിയൊരു ക്വസ്റ്റ്യൻസ് വന്നു എന്നൊരു ആംഗിൾ ഇല്ല. ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമ്മുടെ ജോലി എല്ലാ വർഷവും പുതിയ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ അത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ള ഒരുപാട് വേറെയും സ്പെഷ്യൽ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ മാത്സിനെ കുറിച്ചൊന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മുടെ പോലീസും തീഫിന്റെയും ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് സാധാരണ അതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ വട്ടം കുറച്ചുകൂടി കൂടുതലായിരുന്നു. കഴിഞ്ഞ വട്ടം വളരെ സ്പെഷ്യൽ ആയിട്ട് കണ്ട ഒരു സാധനമാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അകത്ത് സർക്കുലർ റേസിന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. ലൈക്ക് 1-2 ക്വസ്റ്റ്യൻസ് അല്ല, മോർ ദാൻ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മോർ ദാൻ 10 ക്വസ്റ്റ്യൻസിന് മോർ ദാൻ 10 ഷിഫ്റ്റിൽ സർക്കുലർ റേസിന്റെ മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് അത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ചേഞ്ചസ് ആണ്. പുതിയൊരു വെൻഡ്രോ അല്ലെങ്കിൽ പുതിയ വെൻഡർ ഒന്നും കൊണ്ടുവന്ന ചേഞ്ചസ് അല്ല, ഇതെല്ലാം SSC കൊണ്ടുവരുന്ന ചേഞ്ചസ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് നമ്മൾ അതേപോലെ തന്നെ പറഞ്ഞ പോലെ കോയിൻ ബേസ്ഡ് ക്വസ്റ്റൻസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഡിവിസിബിലിറ്റിയുടെ ക്വസ്റ്റൻസ് ആയിരുന്നു മോർ ദാൻ 50% കവർ ചെയ്ത്. അപ്പൊ നമ്മുടെ ജോലി ഈ വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്ററിലും വന്ന ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കുക. എവിടുന്നാണ് കൂടുതൽ ക്വസ്റ്റൻ വന്നത്? കഴിഞ്ഞ പക്ഷേ ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് പേഴ്സണൽ ചാപ്റ്ററിൽ ഒരുപാട് കൂടുതലുണ്ടായിരുന്നു. 30 ക്വസ്റ്റിന് 11 ക്വസ്റ്റിന് ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റൻ ആയിരുന്നു, മോർ ദാൻ 1/3. അത് ആദ്യമായിട്ടാണ് അത്രയും ക്വസ്റ്റൻ ചോദിക്കുന്നത്. കഴിഞ്ഞ ഒരു 5-6 വർഷത്തിന്റെ ഇടയ്ക്ക് തന്നെ ആദ്യമായിട്ടാണ് ഇത് ഇത്രയും ക്വസ്റ്റൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കുക, എന്നിട്ട് അത് അഡാപ്റ്റ് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായാലും ഈ കാര്യങ്ങളൊന്നും കേട്ട് നിങ്ങളും കൺഫ്യൂസ് ആവില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലരും പറയുന്നത് ഇപ്പൊ റേസിൽ കഴിഞ്ഞ 2 വർഷമായിട്ടോ 3 വർഷമായിട്ടോ ഇതിലൊക്കെ നിൽക്കുന്നവരാണ്. എന്നിട്ട് അവർ ആദ്യമായിട്ടായിരിക്കും ഈ ചേഞ്ചസ് കാണുന്നത്. പക്ഷേ ഈ ഒരു ഫീൽഡിൽ തന്നെ 8 തൊട്ട് 10 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ചേഞ്ചസ് ഒക്കെ തന്നെ ഇതിന് മുമ്പും കണ്ടിട്ടുള്ളതായിരിക്കും. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം വരുന്ന ചേഞ്ചസ് ഒക്കെ തന്നെ ഇതിന് മുമ്പ് നടന്നിട്ടുള്ളതാണെന്ന് അവർക്ക് ഓൾറെഡി അറിയായിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു പുതിയ കാര്യങ്ങളല്ല, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസ് മാറ്റുക. നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ട ചില ഏരിയാസിന് ആ ഒരു ഇമ്പോർട്ടൻസ് ഷിഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്പോർട്ടൻസും ടൈമും അതിനുവേണ്ടി ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്താൽ മാത്രം മതി. നമ്മൾ ആ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യുക. പിന്നെ വെൻഡറുടെ സൈഡിൽ നിന്ന് വരുന്ന ഇഷ്യൂസ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു, അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുക, ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾ ഇതൊന്നും കേട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമേ ഇല്ല. ഇതൊക്കെ എല്ലാ വർഷവും നടക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 8 വർഷം 10 വർഷമായിട്ട് ഈ ചേഞ്ചസ് ഒക്കെ എല്ലാ വർഷവും വരുന്നുണ്ട്, പുതിയ പുതിയ ചേഞ്ചസ്. അപ്പോൾ ഈ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് എന്താ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുതിയ ആ ഒരു നേരത്തെ നിങ്ങൾ കണ്ട ആ ഒരു എന്താ പറയുക നമ്മുടെ ലിസ്റ്റ്, ലൈക്ക് പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റിലേക്ക് ഞാനിപ്പോൾ ഈ 2 ടോപ്പിക് കൂടി ആഡ് ചെയ്യുകയാണ്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബിലിറ്റിയും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ അനുസരിച്ച് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം, എന്നിട്ട് ഇത് വെച്ച് പഠിച്ചു തുടങ്ങാം. വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അതിൽ ഈ പറയുന്ന ഈ 2 ടോപ്പിക് മാത്രം ഇൻക്ലൂഡ് ചെയ്യുക, ഇത് നല്ലപോലെ പഠിക്കുക, അത്രയും മാത്രം. അപ്പോൾ നമ്മുടെ ആ ഒരു ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വന്നിട്ട് ചേഞ്ചസ് അനുസരിച്ചുള്ള സിലബസ് ഇതാണ്.
കുറച്ചുകൂടി പ്രോപ്പർ ലിസ്റ്റഡ്, ഒന്നും മിസ്സാവാത്ത പ്രോപ്പർ സിലബസ് ഇതാണ്, അല്ലെങ്കിൽ ടോപ്പിക് ലിസ്റ്റ് ഇതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ചേഞ്ചസിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരായാലും ഇനി മുമ്പത്തെ വർഷങ്ങളിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി 2024 ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ ഈ പറഞ്ഞ CGL എക്സാമിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് അതുകൂടി നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് സ്കൂൾ ലെവൽ ആൻഡ് ഇവിടെ നമ്മുടെ ബുക്കിലെ സൊല്യൂഷനും ശരിക്കും നമ്മൾ ഇവിടെ ചെയ്യാൻ നേരത്തെ അതിന്റെ സൊല്യൂഷൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഈ ക്വസ്റ്റൻസിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ആ ചേഞ്ചസ് ഒക്കെ ലൈക്ക് നമ്മളത് യൂഷ്വലി ബുക്കിലുള്ള സൊല്യൂഷൻസ് പോലല്ല ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ശരിക്കും യൂസ് ചെയ്യേണ്ട അപ്രോച്ചുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചുമ്മാ ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടെന്ന് എങ്ങനെ ആൻസർ എടുക്കാം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ക്ലാസ്സിലും പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ബുക്ക് വെച്ച് പഠിക്കുന്ന ഒരു സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാൾ ബുക്കിൽ നിന്നായിരിക്കും കൂടുതൽ പഠിക്കുന്നത്. പക്ഷെ ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ആൻഡ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ക്ലാസ്സസും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് എക്സാമിലെ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻസ് നമ്മുടെ SSCയുടെ CGL 2024 ചോദിച്ച സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റോ ക്വസ്റ്റ്യൻസോ ടോപ്പിക്സോ ആണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലൊന്നും ചെയ്ത് നോക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ അതിനെ എങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ വരുന്ന ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അഡാപ്റ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഇങ്ങനെയാണോ കോമ്പറ്റേറ്റീവ് എക്സാം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആവറേജിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആവറേജിന് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടത് കമ്പൈൻഡ് ആവറേജ് നിന്നാണ്. ആദ്യമായിട്ടാണ് കമ്പൈൻഡ് ആവറേജിൽ നിന്ന് ഇത്രയും മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും കാണുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ CGL-ലാണ് ആ ഒരു ചേഞ്ച് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ എല്ലാ വർഷവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പിക്ക് ചെയ്തേക്കുന്നത്. ഇനി അതിനെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം പറഞ്ഞേക്കുന്നത് ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ആൻ എക്സാം ആർ 75 and 80. ബോയ്സിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 75ഉം ഗേൾസിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 80 ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് ദി ആവറേജ് മാർക്ക് ഓഫ് ഓൾ ദി സ്റ്റുഡൻസ് ഇൻ ദാറ്റ് എക്സാമിനേഷൻ ആർ 78 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസിന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 78 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചോദിക്കുന്നത് ബോയ്സും ഗേൾസിന്റെ റേഷ്യോ എന്താ എന്നാണ് ചോദിക്കുന്നത്. യൂഷ്വലി X ഉം Y ഒക്കെ ഇട്ടായിരിക്കും പലരും അത് ചെയ്യുന്നത്. പക്ഷെ അതിനെ എങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കാം എന്ന് നമുക്ക് നോക്കാം. ചെയ്യാൻ പോകുന്നത് അലിഗേഷൻ ആണ്. നമ്മൾ ഇതിനെ അലിഗേറ്റ് ചെയ്യുമ്പോൾ 78 നിന്ന് 75 മൈനസ് ചെയ്താൽ 3 എന്ന് വരും. 80 നിന്ന് 78 മൈനസ് ചെയ്താൽ 2 എന്ന് വരും. ആൻസർ 2:3 എന്ന് വരും. കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ചെയ്യുന്നത്. അപ്പോൾ പെന്നും പേപ്പറിന്റെ ആവശ്യം പോലും ചിലപ്പോൾ വരത്തില്ല. നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ ഓപ്ഷൻ A 2:3 ആൻസർ. ഇതാണ് എക്സാമിലെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിനെ ആൻസർ എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എക്സാമിൽ ശരിക്കും ക്വസ്റ്റൻ അയക്കാൻ നമ്മൾ യൂഷ്വലി ബുക്കിലുള്ള സൊല്യൂഷൻ വഴിയാണോ ചെയ്യുന്നത്, അതോ ശരിക്കും എടുക്കാൻ ഡിഫറെന്റ് വളരെ ഷോർട്ടുള്ള മെത്തേഡ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞതിന്റെ റീസൺ ഇതാണ്. ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കഴിഞ്ഞ വർഷം വളരെയധികം കണ്ട ഒരു ക്വസ്റ്റിലേക്ക് പോവാം. നമ്മളുടെ ഡിസോണസ് സെല്ലറിന്റെ ക്വസ്റ്റൻ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഡിസോണസ് സെല്ലർ, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ഏരിയ. അതും ഡിസോണസ് സെല്ലറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻ, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 36 ഷിഫ്റ്റിൽ 10 കൂടുതൽ ഷിഫ്റ്റിലും നമ്മുടെ ഈ ഡിസോണസ് സെല്ലറിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വളരെ കൂടുതൽ ക്വസ്റ്റൻസ് ആയിരുന്നു. വളരെ അധികം ക്വസ്റ്റൻസ് ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. അതിലും പുതിയ പുതിയ വെറൈറ്റി ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇനി എങ്ങനെ ഈ ഒരു ക്വസ്റ്റിനെ പെട്ടെന്ന് ആൻസർ എടുക്കാം എന്ന് നമുക്ക് നോക്കാം. എ ഷോപ്പ് കീപ്പർ സെൽസ് റൈസ് അറ്റ് ദി റേറ്റ് ഓഫ് 44 rupees per kg എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് കോസ്റ്റ് പ്രൈസ് ഈസ് 40 per kg എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPSP എന്ന് നമുക്ക് എടുക്കാം, കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. അല്ല ഈ സാധനം നമ്മളാണ് വിൽക്കുന്നത് എന്ന് ഉള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മളാണ് സെല്ലർ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ക്വസ്റ്റിനെ സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ച് 40 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഞാൻ വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ്? 44 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മൾ അത് എടുത്തു. ഇനി അടുത്ത കണ്ടീഷൻ എന്താ? Not satisfied with this, he tries to increase the profit by removing 200 gram of rice from each packet. അപ്പൊ ആൾക്ക് ഇങ്ങനെ വിട്ടിട്ട് ലാഭം കിട്ടുന്നുണ്ടെങ്കിലും ആൾക്ക് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല ആള്. അതുകൊണ്ട് ആൾ എന്ത് ചെയ്യുന്നു? ആള് ആ കസ്റ്റമറിനെ ചീറ്റ് ചെയ്യുക. എങ്ങനെ? ഒരു കസ്റ്റമർ 1000 ഗ്രാം അല്ലെങ്കിൽ 1 കിലോ ചോദിച്ചുകൊണ്ട് വന്നാൽ ആ കസ്റ്റമറിന് ആൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരു പാക്കറ്റിൽ നിന്ന് 200 ഗ്രാം എടുത്ത് റിമൂവ് ചെയ്തിട്ട് ആൾ കൊടുക്കത്തുള്ളൂ. ആള് കൊടുക്കുമ്പോൾ എന്ത് പറഞ്ഞാൽ കൊടുക്കുന്നത്? മൊത്തം 1 കിലോ ഉണ്ട്, 1000 ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. പക്ഷേ ആൾ കൊടുക്കുമ്പോൾ 200 ഗ്രാം കുറച്ചേ കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്ന എത്ര? 800 അല്ലേ ചിലവാകത്തുള്ളൂ. ഞാൻ കൊടുക്കുമ്പോൾ 1000 കൊടുത്തിട്ട് 1000 ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്ത് പൈസയും വാങ്ങുന്നുണ്ട് 1000-ന്റെ. പക്ഷേ ഞാൻ ശരിക്കും 800 കൊടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഷോപ്പ് കീപ്പേഴ്സ് ഓവറോൾ ഗെയിൻ പെർസെൻറ്റേജ്? നമ്മുടെ ഈ ഷോപ്പ് കീപ്പറിനൊക്കെ വരുന്ന ഓവറോൾ ഗെയിൻ എന്താ എന്നാ ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പൊ ഇവിടുന്ന്
ഈ ഒരു സീറോയും ഈ ഒരു 2 സീറോയും ക്യാൻസൽ ചെയ്ത് ഈ 3 സീറോ ക്യാൻസൽ ആയി. ഇവിടെ ഈ 4ഉം ഈ 44ഉം ക്യാൻസൽ ചെയ്ത് 11. നമുക്ക് ഇവിടുന്ന് 8:11 വന്നു. ഞാൻ 8 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 11 രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു രീതി. ഓക്കെ, റുപ്പീസ് അല്ല, പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയാം. അങ്ങനെ എന്റെ ലാഭം എത്ര? എന്റെ ലാഭം 3 ആണ്. അങ്ങനെ എന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര? പ്രോഫിറ്റ് പെർസെന്റേജ് എടുക്കുന്നത് എങ്ങനെ? പ്രോഫിറ്റ് ബൈ സി പി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3, സി പി എന്ന് പറയുന്നത് 8, 3/8, 37.5%. നോക്കിയാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഏറ്റവും നല്ല ക്വസ്റ്റൻ ആണ് ചെയ്തത്. ഡിസോണസ്റ്റ് സെല്ലിന്റെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ. പക്ഷെ നോക്കിയാൽ എന്ത് സിമ്പിൾ ആയിട്ടുള്ള വളരെ ലോജിക്കൽ ആംഗിളാണ് ചെയ്തേക്കുന്നത്. ഒരു ഫോർമുലാസോ ഒരു ഇക്വേഷൻസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ച് വഴിയാണ് എടുത്തേക്കുന്നത്. അതും റേഷ്യോയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട്. ഓപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 37.5 നമുക്ക് ആൻസർ വരികയും ചെയ്യും. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് കൂടി നമുക്ക് അറിയാമെങ്കിൽ, ഫ്രാക്ഷൻ വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ, അതിന്റെ കറസ്പോണ്ടിങ് പെർസെന്റേജ് വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ അതുകൂടി വെച്ചുകൊണ്ട് പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. അത് കാണാൻ പറ്റും എന്ത് ഈസി ആയിട്ട് ആൻസർ എടുത്തേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റൻ ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിനൊക്കെ ആൻസർ എടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ യൂഷ്വൽ സൊല്യൂഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഓക്കെ അല്ലേ? അത് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളിത് ക്ലാസ് പോലെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ്. അപ്പം അങ്ങനെ എടുത്തിട്ട് പോലും ഇത്രയും എഴുതിയിട്ടുള്ളെങ്കിൽ ക്ലാസ് പോലെ എടുക്കാതെ നമുക്ക് പേഴ്സണലി മാത്രം ചെയ്താൽ മതിയെങ്കിൽ, ഇപ്പൊ എനിക്ക് നിങ്ങൾക്കത് കാണിച്ചു തരണം, പറഞ്ഞു തരണം, അതിനുവേണ്ടി ഞാൻ നല്ലപോലെ എഴുതുന്നു. പക്ഷെ നമുക്ക് ആർക്കും കാണിച്ചു കൊടുക്കേണ്ട, എനിക്ക് പേഴ്സണലി മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് എക്സാമിൽ പേഴ്സണലി മാത്രം ചെയ്താൽ മതി, വേറെ ആർക്കും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എങ്ങനെയാ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും സ്റ്റെപ്സ് കുറയ്ക്കാൻ പറ്റത്തില്ലേ? നിങ്ങൾ എഴുതുന്നത് കുറയ്ക്കാൻ പറ്റത്തില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഇത്രയും എഴുതൂ? ഇല്ല. അപ്പൊ ഇനിയും ഇവിടെ സ്റ്റെപ്സ് കുറയ്ക്കാൻ പറ്റും. ഈ എഴുതുന്നത് പോലും എഴുതേണ്ടി വരത്തില്ല. ഇതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു HCF LCയിൽ നിന്ന് നമ്മുടെ റെയിൽവേ എക്സാംസിലും SSC എക്സാംസിലും ഒക്കെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. 3 bells toll at intervals of 12, 15 and 18 minutes respectively. 3 ബെല്ലുകൾ അവർ അടിക്കുന്ന ഇന്റർവൽ എന്ന് പറയുന്നത് 12 മിനിറ്റ് ഓരോ 12 മിനിറ്റിൽ ഒരു ബെൽ അടിച്ചുകൊണ്ടേയിരിക്കും, ഓരോ 15 മിനിറ്റിൽ ഓരോ ബെൽ അടിച്ചുകൊണ്ടേയിരിക്കും, 18 മിനിറ്റിൽ ഒരു ബെൽ അടിച്ചുകൊണ്ടേയിരിക്കും, എല്ലാ 18 മിനിറ്റ് കഴിയുമ്പോൾ. ഇവരെല്ലാവരും ഇങ്ങനെ പല പല സമയത്ത് അടിച്ചാലും ഈ ബെല്ലെല്ലാം കൂടി ഒരുമിച്ച് അടിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരുമിച്ച് അടിക്കുന്ന സമയം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ LCM എടുത്താൽ മതി. ഇപ്പോൾ 3 കൂടി ഒരുമിച്ച് എപ്പോഴാണ് അടിക്കുന്നത് എന്നുള്ളത് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതിന്റെ LCM ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിന്റെ LCM നമുക്ക് ഇപ്പോൾ LCM ഓഫ് നമ്മൾ LCM ഓഫ് നമ്മൾ ഈ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ LCM എത്രയെന്ന് വരും? 120 അല്ല, 150 അല്ല, 180 എന്ന് നമുക്ക് വരും. 180 മിനിറ്റ് ആണ് ഇതിന്റെ LCM വരുന്നത്. നമുക്കത് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി 180 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചോദിച്ചേക്കുന്ന എത്രയേ ഉള്ളൂ, ഈ എല്ലാ ബെല്ലും കൂടി ഒരുമിച്ച് അടിച്ചത് 8 മണിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫോൾ ദ 3 bells toll together at 8 AM. വെൻ വിൽ ദേ ടോൾ ടുഗദർ നെക്സ്റ്റ്? അടുത്ത ഇവർ എല്ലാം കൂടി ഒരുമിച്ച് എപ്പോൾ അടിക്കും, എന്ത് സമയത്ത് അടിക്കും എന്നാ ചോദിക്കുന്നത്. അപ്പൊ 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂർ കഴിയുമ്പോഴേ ഇവർ ഒരുമിച്ച് അടിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് LCM എന്ന് പറയുന്ന 3 hours എന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ 180 മിനിറ്റ് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിക്കുന്ന അനുസരിച്ചുള്ള ആ ഒരു സമയം, ഇനി എപ്പോഴാണ് ഇവർ ഒരുമിച്ച് അടിക്കുന്നത് എന്നുള്ള സമയം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിനു മുമ്പ് 8 മണിക്കാണ് അടിച്ചത്, ആൻഡ് ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബെല്ലെല്ലാം കൂടി ഒരുമിച്ച് അടിക്കുമെങ്കിൽ 8ന്റെ കൂടെ 3 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്രയെന്ന് വരും? 11 വരത്തില്ലേ? 9, 10, 11 ആണ്. ഈ 11 AM ആയിരിക്കും ഈ ബെല്ല് എല്ലാം കൂടി ഇനി ഒരുമിച്ച് അടിക്കാൻ പോകുന്നത്. 11 AM. അങ്ങനെ ഈ ആൻസറിലേക്ക് വരുമ്പോൾ ഓപ്ഷനിൽ നമുക്ക് അവിടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി 11 AM ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ വന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത് നോക്കിയാൽ വീണ്ടും ഡിസോണസ്റ്റ് മെർച്ചന്റ് ഒരു ക്വസ്റ്റൻ, പക്ഷെ നേരത്തെ കണ്ടത് വിട്ട് കുറച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ. നേരത്തെ അത് റുപ്പീസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ പെർസെന്റേജ് വെച്ചാണ് മൊത്തം ചോദിച്ചേക്കുന്നത്, റിയൽ വാല്യൂ ഒന്നുമില്ല. എ ഡിസോണസ്റ്റ് മെർച്ചന്റ് സെൽ ഹിസ് ഗ്രോസറി യൂസിങ് വെയിറ്റ് ദാറ്റ് ആർ 12% ലെസ് ദാൻ ദി ട്രൂ വെയിറ്റ്. നമുക്ക് പറയുന്നതിന്റെ കൂടെ തന്നെ എഴുതി പോകാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ CP/SP ഇതാണ് ഞാനായി സാധനം വിൽക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുക. എന്താ പറയുന്നത്? ഒരു ഡിസോണസ്റ്റ് സെല്ല് സാധനം വിൽക്കുമ്പോൾ 12% വെയിറ്റ് കുറച്ചേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ 100 ഗ്രാം ചോദിച്ചുകൊണ്ട് വന്നാൽ 12% കുറച്ചു കൊടുത്താൽ എത്ര ആയിരിക്കും കൊടുക്കുന്നത്? 88 കൊടുക്കത്തുള്ളൂ, 100 കൊടുക്കത്തില്ല. 100ന്റെ പൈസ വാങ്ങും, പക്ഷെ 88 കൊടുക്കത്തുള്ളൂ. പക്ഷെ അത് കൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആൻഡ് മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 10%. ആൾ ഈ സാധനം വിൽക്കുമ്പോൾ 10% ലാഭം എടുത്തിട്ടാണ് വിൽക്കുന്നത്. ഒരാളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വിലയ്ക്ക് തന്നെ വിൽക്കത്തില്ലല്ലോ, വാങ്ങിച്ച വിലയ്ക്ക് തന്നെ ലാഭം എടുത്തിട്ടല്ലേ വിൽക്കത്തുള്ളൂ. ഇപ്പം ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് വിൽക്കുമ്പോൾ എനിക്കൊരു ലാഭം വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ 110 രൂപയ്ക്കായിരിക്കും അത് വിൽക്കുന്നത്, ഒരു ലാഭം എടുത്തുകൊണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൾ ഈ സാധനം വിൽക്കുമ്പോൾ 10% പ്രോഫിറ്റ് കൂടി എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആളുടെ പ്രോഫിറ്റ് പെർസെന്റേജ് എന്താ? ഫൈൻഡ് ഹിസ് ടോട്ടൽ ഗെയിൻ പെർസെന്റേജ് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 100ഉം 100ഉം ക്യാൻസൽ.
ഇനി നമുക്ക് ഇവിടുന്ന് ഇത് 11 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 8 എന്ന് വരും. നമുക്ക് ഇത് 11 വെച്ച് ക്യാൻസൽ ആവും. ഇനി 8ഉം 10ഉം നമ്മളത് വീണ്ടും ക്യാൻസൽ ചെയ്താൽ 4:5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ 4ന് വാങ്ങിച്ചത് 5ന് വിറ്റു എന്നുള്ള രീതിയായി. അങ്ങനെ വ്യത്യാസം എത്ര? 1 അല്ലേ? അങ്ങനെ എൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ നേരത്തെ എടുത്ത പോലെ എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ബൈ നമ്മുടെ CP നമുക്ക് ചിലവായത് 4 1/4 1/4 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ്? 25%. നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ വരുന്നില്ല. 25% ഓപ്ഷൻ ഡി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റൻസിനെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റൻസ് വളരെയധികം ആൾക്കാർ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡ് വഴി ഇപ്പം അത്യാവശ്യം ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ക്വസ്റ്റൻസിനെ വളരെ പെട്ടെന്ന് എടുക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഈ ക്വസ്റ്റൻസ് വരുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് ഇങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കുന്ന രീതി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എഴുതുന്നത് ഇനിയും കുറയ്ക്കാനും പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം 100 110 എഴുതുന്നതിന് പകരം 10 11 എഴുതിയാലും മതി. ഓക്കെ, അതൊക്കെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലെവലിലേക്ക് ചെയ്യുന്ന സമയം നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ അവിടെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് കൂടി നിങ്ങൾ മൈൻഡിൽ ഉണ്ടായിരിക്കുക. ഇങ്ങനെ തന്നെ എഴുതണമെന്ന് നിർബന്ധവും ഇല്ല എന്നുള്ളത് മൈൻഡിൽ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത് നോക്കിയാൽ നമ്മുടെ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ആവറേജ് സ്പീഡിന്റെ ക്വസ്റ്റൻ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 3 എണ്ണം വരുന്ന ആവറേജ് സ്പീഡിന്റെ ക്വസ്റ്റൻ. എ പേഴ്സൺ ഡിവൈഡ്സ് ഹിസ് ടോട്ടൽ റൂട്ട് ഓഫ് ജേർണി ഇൻ 3 ഈക്വൽ പാർട്സ് ആൻഡ് ഡിസൈഡഡ് ടു ട്രാവൽ ദി 3 പാർട്സ് അറ്റ് എ സ്പീഡ് ഓഫ് 80 km/h, 60 km/h ആൻഡ് 30 km/h റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഡ്യൂറിംഗ് ദി ജേർണി? എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റൻ. ആൻഡ് ഈ ഒരു 3 എണ്ണം വരുന്ന കേസിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. 3xyz by xy plus yz plus zx. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ഫോർമുല വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മൾ വാല്യൂ എല്ലാം ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 3 × 80 × 60 × 30 ഡിവൈഡഡ് ബൈ നമുക്ക് ആ ഒരു 80 × 60 പ്ലസ് 60 × 30 പ്ലസ് 30 × 8. അപ്പോൾ നമ്മൾ അതെല്ലാം എടുത്തു സെപ്പറേറ്റ് ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതങ്ങ് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് അങ്ങ് സോൾവ് ചെയ്ത് ആൻസർ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടുന്ന് ഈ 60 ക്യാൻസൽ ചെയ്യുക, ഇവിടുന്ന് ഈ 60 ക്യാൻസൽ ചെയ്യുക, ഇവിടുന്ന് ഈ 60 ക്യാൻസൽ ചെയ്യുക. ഇവിടുന്ന് 30 × 2 ആണ് 60. സോ ഇവിടുന്ന് ഒരു 30യും ഇവിടുന്ന് ഒരു 2 കൂടി ക്യാൻസൽ ചെയ്താൽ നമുക്കിവിടെ ബാക്കി 40 വരും. ഇനി എനിക്ക് നോക്കുമ്പോൾ അവിടെ എല്ലാം 0 ഉണ്ട്. അങ്ങനെ ഈ 0യും ഈ 0യും ഇവിടുത്തെ ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യുക. സോ ഇനി ഇവിടെ ബാക്കിയുള്ളത് ഒരു 8 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. 8ഉം 3ഉം 4ഉം ആഡ് ചെയ്താൽ നമുക്ക് എത്രയും വരും? 15 വരും. ആ 15ഉം ഇവിടുത്തെ 30ഉം ക്യാൻസൽ ചെയ്ത് 2 വരും. സോ ഇനി മൊത്തം ബാക്കി എന്തേ ഉള്ളൂ? മേളിലുള്ള കുറച്ച് വാല്യൂസ് മാത്രമേ ബാക്കിയുള്ളൂ. മേളിൽ എന്തൊക്കെയാണ് ഉള്ളത്? 3 × 8 24, 24 × 2 48. കഴിഞ്ഞു. 48 km/h. നോക്കിയേ, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ വന്നിട്ടുണ്ട്. ആ ഫോർമുല ഒന്നും നമ്മൾ എക്സാമിൽ എഴുതാൻ നിൽക്കത്തില്ല. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം ഈ ഓപ്ഷൻ ഡി 48 km/h ആണ് നമ്മുടെ ആൻസർ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത നമ്മുടെ ഏജസിന്റെ ക്വസ്റ്റ്യൻ. ആൻഡ് ഏജസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും ആ ക്വസ്റ്റൻസ് ചോദിക്കുന്ന ബാലൻസിങ് ഓഫ് റേഷ്യോയുടെ കൺസെപ്റ്റിൽ നിന്നാണ് ഏജസിന്റെ ക്വസ്റ്റൻസ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഇപ്പം കഴിഞ്ഞ വർഷം സീജലിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. നമുക്കത് അതേപോലെ തന്നെ ഏജസിന്റെ ആ ഒരു ബാലൻസിങ് ഓഫ് റേഷ്യോ കൺസെപ്റ്റ് യൂസ് ചെയ്ത് എടുക്കാം. ദ പ്രസന്റ് ഏജ് ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും പ്രസന്റ് ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്നത് 3:4 എന്നാണ് തന്നേക്കുന്നത്. 5 years ബാക്ക്, 5 വർഷം മുമ്പ്, അപ്പം -5 എന്ന് എടുക്കാം. 5 വർഷം മുമ്പ്, അപ്പം 5 വർഷം മുമ്പ് അവിടെ ഏജിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 5 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 2 പേർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല പ്രായം കുറയുന്നത്. ആണെങ്കിൽ നമ്മൾ ഈ റേഷ്യോ ബാലൻസ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ ഒരേപോലെ കുറയുന്നെങ്കിൽ ഒരേ ഗ്യാപ്പ് ആയിരിക്കണം. ഇവിടെയും വ്യത്യാസം 1 ഉണ്ട്, ഇവിടെയും നമ്മുടെ വ്യത്യാസം എത്ര ഉണ്ട്? 1 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വ്യത്യാസം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 1 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയാം. ഇവിടെ മൊത്തം എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? 5 വർഷത്തെ ഗ്യാപ്പ് ഇല്ലേ? അങ്ങനെ ആ 1 എന്ന് പറയുന്നതാണ് 5 വർഷം എന്ന് നമുക്ക് പറയാം. 1 എന്ന് പറയുന്നത് 5 years. അങ്ങനെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് എ എന്നാണ് ചോദിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇതാ 3 അല്ലേ? അങ്ങനെ ഞാൻ 3 എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ 1 എന്ന് പറയുന്നത് 5 ആണെങ്കിൽ 3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 15 ആയിരിക്കണ്ടേ? അത്രേ ഉള്ളൂ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 15 ആയിരിക്കും നമ്മുടെ ആൻസർ. 1 × 5 ആണ് 5. അങ്ങനെയാണെങ്കിൽ 3 × 5 എത്ര വരും? 15 എന്ന് വരും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ 15 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു അഗെയിൻ നമ്മുടെ ഈ ഒരു ആവറേജിൽ നിന്നുള്ള ഒരു നമ്മുടെ കമ്പൈൻഡ് ആവറേജിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പൈൻഡ് ആവറേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ക്ലാസ് ഓഫ് 30 സ്റ്റുഡൻസ് അപ്പിയർഡ് ഇൻ എ ടെസ്റ്റ്. ദ ആവറേജ് ഓഫ് 12 സ്റ്റുഡൻസ് ഈസ് 62. 12 സ്റ്റുഡൻസിന്റെ ആവറേജ് 62 ആണ്. അപ്പോൾ 12 × 62 ചെയ്യുമ്പോൾ അവിടെ ടോട്ടൽ കിട്ടും. അടുത്ത കമ്പൈൻഡ് ആവറേജ് ബാക്കി എത്ര പേരുണ്ട്? 18 പേര്. 30 പേരിൽ 12 പേര് അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി 18. അവരുടെ ആവറേജ് എത്ര തന്നിരിക്കുന്നത്? 74. ആൻഡ് മൊത്തം ആവറേജ്, മൊത്തം ക്ലാസിന്റെ ആവറേജ് മൊത്തം ബൈ 30 പേരുണ്ട്. സോ ബൈ 30. ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി ആൻസർ കിട്ടാൻ. പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്യാം. 12ഉം 30ഉം 8ഉം നമ്മൾ 6 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 5 എന്ന് വരും, ഇവിടെ 3 എന്ന് വരും, ഇവിടെ 2 എന്ന് വരും.
2 into 62 നമുക്ക് 124 എന്നും 3 into 74 നമുക്ക് 210 222 എന്ന് വരും. ആൻഡ് താഴെ ഒരു ബൈ 5 കൂടി ഉണ്ട്. സോ ഡിവൈഡ് ബൈ 5. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 346 എന്ന് വരും ഡിവൈഡ് ബൈ 5. ആൻഡ് 346 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ടൈംസ് ദെൻ 9 ടൈംസ് ദെൻ റിമൈൻഡർ 1. സോ 10 2 ടൈംസ് 69.2 എന്ന് വരും. ഓപ്ഷനിലേക്ക് വന്ന ഓപ്ഷൻ ബി 69.2. നോക്കിയേ വളരെ പെട്ടെന്ന് ആൻസർ വന്നു. ആൻഡ് അഗൈൻ ഈ ഒരു ക്വസ്റ്റിനും ഒരുപാടാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത് നമ്മുടെ ആ ഒരു സിജിഎലിന്റെ എക്സാമിൽ. സോ വളരെയധികം ഫ്രീക്വന്റ് റിപ്പീറ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റൻ. The simple interest on a sum for 6 years is 3/5 of the sum എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് സം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 3/5 ഓഫ് പ്രിൻസിപ്പിൾ എന്നാ പറഞ്ഞേക്കുന്നത്. ആണെങ്കിൽ അവിടുത്തെ മൊത്തം പലിശ നമുക്ക് അവിടെ ചുമ്മാ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. 5/3 പലിശ. പ്രിൻസിപ്പളിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 5/3. അങ്ങനെ 5/3 ആണെങ്കിൽ പലിശ എത്ര വരണം? 60% പലിശ വരണം. പക്ഷെ 60% പലിശ വന്ന എത്ര വർഷം കൊണ്ടാ? 6 വർഷം കൊണ്ടല്ലേ ചോദിച്ചേക്കുന്നത്. പെർ ആനം ഒരു വർഷം എത്ര വരും? സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്കറിയാം എല്ലാ വർഷവും ഒരേ വാല്യൂ വരത്തുള്ളൂ. എല്ലാ വർഷവും ഒരേ വാല്യൂ വരത്തുള്ളെങ്കിൽ 6 വർഷം കൊണ്ട് 60 വന്നെങ്കിൽ ഒരു വർഷം കൊണ്ട് എത്ര പെർസെന്റേജ് വരണം? 10% വരണം. അത്രേ ഉള്ളൂ 1 ഇയർ കൊണ്ട്. നോക്കിയാൽ എന്ത് സിമ്പിൾ ആയിട്ട് ആൻസർ വന്നു. ഓപ്ഷൻ സി 10% നമുക്ക് ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A and B working together takes 15 days to complete a piece of work. രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 15 ദിവസം എടുക്കുക വർക്ക് തീരാൻ വേണ്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ എ ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 18 ദിവസം എടുക്കുമെങ്കിൽ ബി ഒറ്റയ്ക്ക് ഇത് തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചത്. വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ രണ്ടുപേരുടെ ഒരുമിച്ചുള്ളത് തന്നിട്ട് ഒരാളുടെ മാത്രമായിട്ട് കണ്ടുപിടിക്കാനൊക്കെ പറയുവാണെങ്കിൽ, ഓക്കെ, ഒരാളുടെ മാത്രമായിട്ട് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ തന്നേക്കുന്ന 2 വാല്യൂ ഇല്ലേ, അത് രണ്ടുകൂടി എടുത്തങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. പെട്ടെന്ന് ആൻസർ എടുക്കാൻ 15 into 18. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ളത്, മറ്റേത് ഒരാൾ ഒറ്റയ്ക്കുള്ളത്. അങ്ങനെയാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിലെ ആ വലിയ വാല്യൂ ആ ചെറിയ വാല്യൂ അങ്ങ് മൈനസ് ചെയ്തേക്കുക. അതല്ല രണ്ടുപേരുടെ ഒറ്റയ്ക്ക് ഉള്ളതാണ് തരുന്നതെങ്കിൽ രണ്ടുകൂടി എടുത്തങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മേളിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ രണ്ടുകൂടി അങ്ങ് ആഡ് ചെയ്താൽ മതി. രണ്ടുപേരുടെ ഒറ്റയ്ക്ക് തന്നിട്ട് ഒരുമിച്ച് എത്ര സമയം എടുക്കും ചോദിച്ചാൽ, രണ്ടുപേരുടെ ഒരുമിച്ചുള്ളത് തന്നിട്ട് ഒരാളുടെ ഒറ്റയ്ക്കുള്ളത് തന്നിട്ട് മറ്റേ എത്ര വരും എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നെങ്കിൽ രണ്ടുകൂടി എടുത്ത് ഇതേപോലെ മൈനസ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരും. അപ്പോൾ 18 - 15 3 വരും. 3 18 കൂടി ക്യാൻസൽ ചെയ്ത് എത്ര വരും? 6 വരും. 6 × 15 19 വരും. കഴിഞ്ഞു നമ്മുടെ ആൻസർ. ഓക്കെ, ഇത്രയും ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ആൻസർ എടുക്കേണ്ടത്. തന്നെ നമ്മൾ ഒരിക്കലും ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ എഴുതി ഒരിക്കലും ആൻസർ എടുക്കാൻ നിൽക്കല്ല. ആൻഡ് നമ്മുടെ ഈ സെഷനിൽ ഒരു ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിലേക്ക്. എ പേഴ്സൺ റീച്ചസ് ഹിസ് ഡെസ്റ്റിനേഷൻ 30 minutes ലേറ്റ് ഇഫ് സ്പീഡ് ഈസ് 3 km/h. ഒരു സ്പീഡിൽ പോകുമ്പോൾ 3 km/h സ്പീഡിൽ പോകുമ്പോൾ ആള് 30 മിനിറ്റ് ആണ് ലേറ്റ് ആവുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് റീച്ചസ് 30 minutes ബിഫോർ ടൈം ഇഫ് സ്പീഡ് ഈസ് 4 km/h. വേറെ ഒരു സ്പീഡിലാണ് പോകുന്നതെങ്കിൽ 4 km/h സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ആള് 30 മിനിറ്റ് നേരത്തെ എത്തും എന്നാ പറഞ്ഞേക്കുന്നത്. 30 minutes എയർലി എത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് ചോദിക്കുന്നത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ഹിസ് ഡെസ്റ്റിനേഷൻ ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതിന്റെ ദൂരം എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ SSC ഒരുപാട് ചോദിക്കാറുണ്ട്, റെയിൽവേ എക്സാംസിൽ ഒരുപാട് ചോദിക്കാറുണ്ട്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുമുണ്ട്, കഴിഞ്ഞ വർഷവും ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പെട്ടെന്ന് എടുക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു ആ S1 × S2 തന്നേക്കുന്ന 2 സ്പീഡ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം അങ്ങ് എടുക്കുക, S1 - S2 ഇൻറ്റു ഇവിടുത്തെ ടൈം ഡിഫറൻസ് എടുക്കുക. ഓക്കെ, ഈ ടൈം ഡിഫറൻസ് എങ്ങനെ എടുക്കേണ്ടതെന്നും പറഞ്ഞുതരാം. 2 ലേറ്റ് ആണെങ്കിൽ നിങ്ങൾ 2 കൂടി അങ്ങ് മൈനസ് ചെയ്തേക്കുക. 2 എയർലി ആണെങ്കിൽ നിങ്ങൾ 2 കൂടി അങ്ങ് മൈനസ് ചെയ്തേക്കുക. പക്ഷെ ഒരെണ്ണം എയർലിയും ഒരെണ്ണം ലേറ്റും ആണെങ്കിൽ നിങ്ങൾ 2 കൂടി അങ്ങ് ആഡ് ചെയ്തേക്കുക. എന്ന് പറഞ്ഞാൽ സെയിം ആണെങ്കിൽ മൈനസ് ചെയ്തേക്കുക, ഓപ്പോസിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്തേക്കുക. ഇപ്പൊ ഇവിടെ നോക്കിയാൽ 2 ഓപ്പോസിറ്റ് അല്ലേ, ഒരെണ്ണം ലേറ്റ് ഒരെണ്ണം എയർലിയോ അല്ലേ. അങ്ങനെ 2 കൂടി അങ്ങ് ആഡ് ചെയ്തേക്ക്. 30 എത്ര വരും? 60 മിനിറ്റ് എന്ന് വരും. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറോ? 1 മണിക്കൂറല്ലേ. എല്ലാം കൂടി എടുത്ത് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തേ, നമുക്ക് നോക്കാം ആൻസർ എത്ര പെട്ടെന്ന് വരുന്നു എന്ന്. എല്ലാം കൂടി ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് S1 × S2 എന്ന് പറഞ്ഞാൽ 3 × 4 ബൈ നമുക്ക് S1 - S2 4 - 3 1 ഇൻറ്റു ടൈമിന്റെ ഡിഫറൻസ് 1 3 × 4 12. നോക്കിയേ ആൻസർ. അപ്പൊ ശരിക്കും ആ ബ്ലൂവിൽ എഴുതിയേക്കുന്നില്ലേ, ഇതാണ് സ്റ്റെപ്പ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം നമ്മൾ എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസിന്റെ ഭാഗമായിട്ട് മാത്രം എഴുതിയേക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓക്കെ, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എന്തുമാത്രം സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ശരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അപ്രോച്ച് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. യൂഷ്വലി ബുക്കിലെ സൊല്യൂഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് 2 ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ചെയ്യുന്ന ഈ ക്വസ്റ്റൻസിനൊക്കെ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ്സ് ഇതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം ഫ്രം ദ വെരി ബിഗിനിങ്. അല്ലാതെ ആദ്യം ഒരു രീതി പഠിച്ച് പിന്നെ അതിനെ മാറ്റി അങ്ങനെ ഒരു ആംഗിൾ വരികയേ ചെയ്യല്ല. ഓക്കെ, സോ ഇതൊക്കെ മൈൻഡിൽ വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ലപോലെ കൊണ്ടുപോകുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ വെച്ച് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ആൻഡ് ഇപ്പം ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ ഈ വർഷം പാസ്ഔട്ട് ഒക്കെ ആയിട്ട് അടുത്ത വർഷത്തെ CGL എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഈ വർഷം അവസാനം വരുന്ന എക്സാംസിന് വേണ്ടി ഈവൻ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും, ഇപ്പം വല്ല SSCയുടെ GDO അങ്ങനെയൊക്കെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, അടുത്ത വർഷം SSCയുടെ CGL പോലത്തെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, ഒരു അടുത്ത വർഷത്തെ SSCയുടെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ടൈമാണ് നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള CGLന്റെ എക്സാം. അത് നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങിയേ പറ്റത്തുള്ളൂ. ഒരിക്കലും സമയമാകുമ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചു തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിന്റെ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോഴേ തന്നെ നമ്മുടെ അടുത്ത വർഷത്തെ CGL എക്സാംസിന് വേണ്ടി. അത്യാവശ്യം നല്ല വേക്കൻസീസ് ആണ് ഇപ്പം CGL വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷവും അത്യാവശ്യം നല്ല വേക്കൻസി കാണും. അപ്പോൾ ഈ ഒരു ബാച്ചസ് മിഷൻ SSC 2026 ബാച്ച്, അടുത്ത വർഷത്തേക്കുള്ള SSCയുടെ ബാച്ചസ്, CGL മാത്രമല്ല CSL ആയാലും MTS ആയാലും GD ആയാലും CPK ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു ബാച്ചസ് യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് എല്ലാത്തിനെയും സിലബസ് സെയിമാണ്. സോ ആ ഒരു ബാച്ചസ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്താ, 2 വർഷത്തെ വാലിഡിറ്റി ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. 2 years വാലിഡിറ്റി ഉണ്ട്. ഇപ്പോൾ 2 വർഷം വാലിഡിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളിപ്പം CSL എക്സാം ക്ലിയർ ചെയ്യുന്നെങ്കിൽ അടുത്ത വർഷം CGL പിന്നെയും ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു കോഴ്സിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. 2 വർഷത്തെ വാലിഡിറ്റി ആണ് വരുന്നത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ആൻഡ് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക, ഏറ്റവും നല്ല ജോലിയിലേക്ക് എത്തുക എന്നുള്ളത് ആണ് നിങ്ങളുടെ ഒരു ഗോൾ ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതും. അതിനുവേണ്ടി നിങ്ങൾ ഇടാവുന്നതിന്റെ ഏറ്റവും എക്സ്ട്രീം എഫേർട്ട് വളരെ കൺസിഡർ ആയിട്ട് ഇടുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റൻ ആയാലും ശരി, തുടക്കത്തിലെ പ്രിപ്പറേഷനെ കുറിച്ച് ആണെങ്കിലും ശരി, ആൻഡ് പഠിച്ചു തുടങ്ങുന്നവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ്, കോളേജിൽ ഇപ്പോൾ ലാസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുന്നവർ, അവരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പാത്തൊക്കെ കാണിച്ചു കൊടുക്കാം. ദാറ്റ് ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ക്ലാസ്സസ് കിട്ടും. അതുകൂടാതെ തന്നെ ലൈവ് ക്ലാസ്സസ് കാണും. നിങ്ങൾ ഈ പഠിക്കുന്ന റെക്കോർഡ് ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളുടെ ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രിപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ക്വിസും മെന്റേഴ്സിന്റെ സപ്പോർട്ടും മോക്ക് ടെസ്റ്റുകളും മെറ്റീരിയൽസും ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബാച്ചസ്, ഇപ്പോൾ നിങ്ങൾ കോളേജിന്റെ ഫൈനൽ ഇയറിലാണെങ്കിലോ, നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ളവർ നൈറ്റ് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളെങ്കിലോ, അല്ലെങ്കിൽ ഫുൾ ടൈം കൊടുക്കാൻ പറ്റുന്നവർ കാണും, അവരോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ചാണോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അതിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഇനി ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോഴും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ എല്ലാ ആഴ്ചയും പോകാറുണ്ട്. അതൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആൻഡ് ഇതേപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ മീറ്റ് ചെയ്യാം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക എല്ലാവരും.